ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എംപിരിക്കൽ അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. നെക്സ്റ്റ് വൺ വരുന്നത് മോഡേൺ മാനേജ്മെന്റ് തിയറി ആണ്. അതിന്റെ സബായിട്ട് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിൻജൻസി അപ്രോച്ച്, ഓപ്പറേഷണൽ അപ്രോച്ച്. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് എംപിരിക്കൽ അപ്രോച്ച്. എംപിരിക്കൽ അപ്രോച്ച് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള മാനേജേഴ്സിന്റെ സക്സസിനെയും ഫെയിലിയറിനെയും കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മാനേജ്മെന്റ് എന്നാണ് എംപിരിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. മാനേജേഴ്സിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മാനേജ്മെന്റ് എന്നാണ് എംപിരിക്കൽ അപ്രോച്ചിൽ പറയാം. ഇപ്പൊ എംപിരിക്കൽ അപ്രോച്ച് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് പറയുന്നത് മാനേജേഴ്സിന്റെ സക്സസിനെയും ഫെയിലിയറിനെയും കുറിച്ചും പഠിക്കുന്നതാണ് മാനേജ്മെന്റ് എന്നുള്ളതാണ് എംപിരിക്കൽ അപ്രോച്ച് പറയുന്നത്. മാനേജേഴ്സിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ ഒരു ലോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഒരിടത്ത് സക്സസ്ഫുൾ ആയത് മറ്റൊരിടത്ത് സക്സസ്ഫുൾ ആവണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. ഇത് ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് 19th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയാം. മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുക, കോസ്റ്റ് കുറയ്ക്കുക, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് എംപ്ലോയീസ് ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അത് കാരണമായിട്ടുള്ളത്. ഇവിടെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, അത് നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഇവിടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. മൂന്നാമതായിട്ട് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. എൽട്ടൺ മയോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിയോ ക്ലാസിക്കൽ മോഡലിന്റെ ഫാദർ ആയിട്ട് പരിഗണിക്കുന്നതും എൽട്ടൺ മയോനെയാണ്. ഇത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ അപ്രോച്ചില് പ്രൊഡക്ടിവിറ്റി കൂട്ടുക അല്ലെങ്കിൽ അവിടെ പ്രൊഡക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഹ്യൂമൻ എലമെന്റ് എന്ന് പറയുന്നത് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത്രയും പ്രൊഡക്ടിവിറ്റി കൂട്ടുക, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതൊക്കെ എംപ്ലോയീസിനെ പലതരത്തിൽ ചൂഷണം ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഹ്യൂമൻ എലമെന്റ്സിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പൊ ഹ്യൂമൻ എലമെന്റ്സിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നത്. ഇപ്പം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയാം. നെക്സ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് ആണ്. ഇതിൽ പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ഒരുപാട് കൾച്ചറൽ റിലേഷൻഷിപ്പ് ചേരുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് മാനേജ്മെന്റ് എന്നാണ് സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ പറയാം. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ് സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ വിശ്വസിക്കുന്നത്. ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനും ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് സഹായിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് മോഡേൺ മാനേജ്മെന്റ് തിയറി ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ എല്ലായിടത്തും ഉപയോഗിച്ച് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയ ഒന്നല്ല. ഓർഗനൈസേഷൻ വളരെ കോംപ്ലക്സ് ആണ്. അതിലുള്ള ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവരുടെ എല്ലാ നീഡ്സിൽ, അവരുടെ എല്ലാ മോട്ടീവ്സിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഇല്ല. എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മോഡേൺ മാനേജ്മെന്റ് തിയറിയിൽ പറയാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
ഒരു ബിസിനസിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സയൻസ് ഉപയോഗിക്കുന്നതിനെ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് ഒരു ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയാം. മാനേജ്മെന്റ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനും സയന്റിഫിക് റിസർച്ച് എഫേർട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയാം. ഏറ്റവും എളുപ്പത്തിൽ മാനേജ്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയാം. നെക്സ്റ്റ് വൺ പറയുന്നത് സിസ്റ്റം അപ്രോച്ച് ആണ്. എന്താണ് സിസ്റ്റം? പല എലമെന്റുകൾ കൂട്ടിച്ചേർന്ന ഒന്നിനെയാണെന്ന് പറയാ സിസ്റ്റം എന്ന് പറയാ. പല സ്മോൾ എലമെന്റ്സ് കൂടിച്ചേരുന്ന ഒരു സിസ്റ്റമാണ് ഒന്നിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാ. ഒരുപാട് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ചെറിയ ചെറിയ എലമെന്റ് കൂടിച്ചേരുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് എന്നാണ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്. ഒരുപാട് സ്മോൾ എലമെന്റ് കൂടി ചേരുന്ന ഒരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നാണ് സിസ്റ്റം അപ്രോച്ചിൽ പറയാം. നെക്സ്റ്റ് വൺ പറയുന്നത് സിറ്റുവേഷൻ അപ്രോച്ച് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാനേജ്മെന്റ് പ്രോബ്ലങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഒറ്റ ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ഒന്നുമില്ല. മാനേജ്മെന്റ് നമ്മൾ ഓരോ പ്രശ്നവും പഠിക്കേണ്ടത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. ഓരോ കേസിന്റെ ആവശ്യം എന്താണോ, ഓരോ പ്രശ്നം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ മാനേജ്മെന്റ് നോളജ് ഉപയോഗിക്കാൻ. അല്ലാതെ എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം പരിഹാരം എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഇല്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യാൻ. അപ്പൊ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ മെത്തേഡും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സിറ്റുവേഷൻ അപ്രോച്ച് പറയുന്നത്. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസ് എല്ലാം ഒരുപോലെയല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഒരു സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം ചെയ്യാന്നുള്ളതാണ് സിറ്റുവേഷൻ അപ്രോച്ചിൽ പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഓപ്പറേഷണൽ അപ്രോച്ച് ആണ്. മാനേജ്മെന്റിൽ ഒരു സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടെന്നുള്ളതാണ് ഓപ്പറേഷണൽ അപ്രോച്ചിൽ പറയാ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒന്നാണ്. ഏത് രാജ്യത്തും എല്ലാ ഫീൽഡിലും, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെന്റ് എന്നാണ് ഓപ്പറേഷണൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിൽ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റുമായിട്ട് ചേർന്നിരിക്കുന്നതായിരിക്കും. അപ്പൊ മാനേജ്മെന്റ് യൂണിവേഴ്സൽ ആണ്. എല്ലാ രാജ്യത്തും എല്ലാ ഓർഗനൈസേഷനിലും, ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ് മാനേജ്മെന്റ് എന്നാണ് ഓപ്പറേഷണൽ അപ്രോച്ചിൽ പറയാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.